Hello friends, welcome back to PSC Padasala. Ranjit here. So degree level preliminary examination തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി അവൈലബിൾ ആയിട്ടുള്ള ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ്. അതായത് ഇതുവരെ വളരെ വലിയ പ്ലാനിങ്ങോടുകൂടിയൊന്നും പഠിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്കും ഇനി അവൈലബിൾ ആയിട്ടുള്ള സമയം വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യേണ്ടത്, ഓരോ ടോപ്പിക്കുകൾക്കും പ്രതീക്ഷിക്കാവുന്ന മാർക്സിൻ്റെ ഷെയർ എങ്ങനെയായിരിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. സോ നിങ്ങൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുമ്പോഴും ആദ്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു എക്സാമിനേഷൻ നിങ്ങളിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അതറിഞ്ഞ് മാത്രം വേണം നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട്. അതല്ലാതെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിലബസ് പ്രകാരം ഒരു റാങ്ക് ഫയൽ എടുത്ത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചു തീർക്കുക, അത് റിവൈസ് ചെയ്യുക, ആ രീതിയിലുള്ളൊരു മെത്തേഡ് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. അത് ഒരിക്കലും ഫലപ്രദമായിട്ട് മാറുകയില്ല. ഓക്കെ, സോ PSCയുടെ പ്രിലിമിനറി എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. ഈ ഒരു കടമ്പ കടക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുൻപിലുള്ള ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ അതനുസരിച്ചുള്ള ഒരു സ്ട്രക്ചറാണ് പ്രിലിമിനറി എക്സാമിനേഷൻസിന് സാധാരണഗതിയിൽ PSC നൽകുക. ഒരു 50% GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന വിഭാഗത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നു. തീർത്തും സിലബസിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെയുള്ള ചോദ്യങ്ങളായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. അതോടൊപ്പം ആ സിലബസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഭൂരിഭാഗവും SCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ആ വിഭാഗങ്ങളിൽ ഒരു 40% ഓഫ് ക്വസ്റ്റ്യൻസും SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതിന് പുറത്തേക്ക് പഠിക്കേണ്ട ചില വിഭാഗങ്ങളുമുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശേഷിക്കുന്ന 50% എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20%, ദെൻ ജനറൽ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി 20%, മലയാളം 10%. ഈ രീതിയിലാണ് മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നൽകിയിരിക്കുന്ന മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം പോർഷൻസ് എന്ന് പറയുന്നത് താരതമ്യേന നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന റീജിയൻസ് ആണ്. അതിൻ്റെ അർത്ഥം അവിടെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിലായിരിക്കും എന്നുള്ളതല്ല. തീർത്തും ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഈ വിഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പ്രിലിമിനറി സ്റ്റേജിൽ ഏറ്റവും ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട 3 റീജിയൻസ് ആണ് മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റിയും അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കുകൾ. എന്നാൽ സിലബസ് ആ വിഭാഗങ്ങളിൽ കൺസൈസ് ആണ്. വളരെ നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ല സ്കോർ നേടുവാനായിട്ട് നിങ്ങൾക്ക് ഈ വിഭാഗങ്ങളെ യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു 80-90% ഈ വിഭാഗങ്ങളിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രിലിമിനറി സ്റ്റേജ് കടക്കാനായിട്ട് സാധിക്കും. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ സിലബസിൽ ഓരോ വിഭാഗത്തിനും ലഭിക്കാവുന്ന മാർക്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, ഓരോ വിഭാഗങ്ങളും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം ഓർക്കുക, ഇത് എക്സാക്ട്ലി ഇതുപോലെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ തന്നെയും പൊതുവേ ഈ രീതിയിലാകാനാണ് ഏറ്റവും സാധ്യതയുള്ളത്. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ ഈ ടോപ്പിക്കുകൾ നൽകിയിട്ടുണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ സ്കോറിംഗ് ആയി നിങ്ങൾ കണക്ക് കൂട്ടേണ്ട ഒരു റീജിയനാണ് ഈ 3 വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സ്റ്റാറ്റിക് വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഈ വിഭാഗങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈവൻ LDC മെയിൻ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വളരെ വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ശേഷിക്കുന്ന 8 വിഭാഗങ്ങളായിട്ട് നൽകിയിരിക്കുന്ന GK ടോപ്പിക്കുകൾ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുന്ന ഒരു 10 മാർക്കിൻ്റെ വിഭാഗം. ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ GK ടോപ്പിക്കിനും 5 മാർക്സ് ഈച്ച് എന്ന രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചില വ്യത്യാസങ്ങൾ വരാം, എങ്കിൽ തന്നെയും അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഈ രീതിയിലാകാനാണ് സാധ്യതയുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇവിടെയുള്ള ടോപ്പിക്കുകളുടെ വലിപ്പത്തിനനുസരിച്ചല്ല അതിൻ്റെ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഹിസ്റ്ററി, ജിയോഗ്രഫി പോലെയുള്ള ടോപ്പിക്കുകൾ അല്പം വാസ്റ്റാണ്. എന്നാൽ താരതമ്യേന എളുപ്പത്തിൽ പഠിക്കാവുന്ന വിഭാഗങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള വിഭാഗങ്ങൾ. സോ മാർക്സിൻ്റെ ഗ്രാവിറ്റി മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം പഠനം നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും ഒരു ടോപ്പിക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിന് കൂടുതൽ സമയം ഡെഡിക്കേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കാൻ പാടില്ല. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷനിൽ എല്ലാ വിഭാഗങ്ങൾക്കും വളരെ ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വരും. സോ വളരെ എളുപ്പത്തിൽ പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജി. സോ ഈ GK ടോപ്പിക്കുകളെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയും വ്യത്യസ്തമാണ്. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഹിസ്റ്ററി പോലെയൊക്കെയുള്ള വലിയ ടോപ്പിക്കുകൾ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. അതോടൊപ്പം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പോലെയുള്ള അത്തരത്തിൽ ഷോർട്ട് ടോപ്പിക്കുകൾ നൽകിയിരിക്കുന്ന വിഭാഗങ്ങൾ,
അവ മുഴുവനായിട്ടും വളരെ വ്യക്തമായി പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു 5 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിഗ്രി ലെവൽ സിലബസ് അനലൈസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നൽകിയിരിക്കുന്ന GK ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കുക. സോ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. അതായത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില ഡെവലപ്മെൻറ്റ്സ്, ഈവൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ വിഭാഗങ്ങളിലുള്ള കറണ്ട് അഫയേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഫോക്കസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ ഒരു റാൻഡം ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് മിസ്സായി പോയാലും ശേഷിക്കുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി താരതമ്യേന വലിയ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്താണ് എന്നതിനെക്കുറിച്ച് പറയാം. സോ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഭാഗമാണ്. നോക്കാം, ഇവിടെ ഇത്തരത്തിലുള്ളൊരു ടോപ്പിക്ക് എടുത്തതിന് ശേഷം മെഡീവൽ ഇന്ത്യയിൽ തുടങ്ങി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951 എന്നതുവരെ ഒരേ സീക്വൻസിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഉപയോഗിച്ചോ അത്തരത്തിലുള്ള ഒരു പഠനം നിങ്ങൾ ഒരിക്കലും നടത്തരുത്. ആദ്യം ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നത് ഒന്ന് അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ടോപ്പിക് എടുത്താൽ ഇവിടെ മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, അതിനുശേഷം ബ്രിട്ടീഷേഴ്സിൻ്റെ ആധിപത്യവും ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്നത് വരെയുള്ള വസ്തുതകൾ, അതിനുശേഷം നൽകിയിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയാണ്. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചില ഡെവലപ്മെൻറ്റ്. സോ ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു സീക്വൻസിൽ പഠിക്കേണ്ട ചില വസ്തുതകളുണ്ട്. അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ ആധിപത്യം, ദെൻ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, അതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് പറയാവുന്ന ഒന്നാണ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇതെല്ലാം ഒരേ സീക്വൻസിൽ തന്നെ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതായത് അതിനിടയിൽ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ആ ടോപ്പിക്കുകൾ സെപ്പറേറ്റ് ആയി തന്നെ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ പിക്ക് ചെയ്യുക. ഇപ്പോൾ സോഷ്യൽ റിഫോം മൂവ്മെൻ്റ് ആണ് എങ്കിൽ വളരെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചും അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനകൾ, അത്തരത്തിലുള്ള വസ്തുതകൾ പഠിക്കുക. പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ, അത്തരത്തിലുള്ള വസ്തുതകൾ പഠിക്കുക. ഈവൻ ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിളിൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള ലിറ്ററേച്ചർ, ആർട്ട്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ചൊക്കെയുള്ള വസ്തുതകളാണ്. അതും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയി പിക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു സീക്വൻസിലുള്ള വസ്തുതകൾ അതേ രീതിയിൽ തന്നെ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ SCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ SCERT ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് തന്നെ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഉദാഹരണത്തിന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ലെസൺ നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ കാണാനായിട്ട് സാധിക്കും. സോ എക്സാക്ട്ലി ആ ഒരു ഭാഗമാണ് ഈ ഒരു സിലബസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇത്തരത്തിലുള്ള വസ്തുതകളെല്ലാം തന്നെ ആ ഒരു ലെസണിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. സോ അതിനുവേണ്ടി ഒരുപാട് റാൻഡം ഫാക്ട്സ് നിങ്ങൾ റാങ്ക് ഫയൽസ് നോക്കി കവർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഓക്കെ, സോ ഇങ്ങനെ പഠിച്ചു തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് മെഡീവൽ ഇന്ത്യ എന്ന ടോപ്പിക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. സോ മെഡീവൽ ഇന്ത്യ സാമാന്യം വലിയ ഒരു ടോപ്പിക്കാണ്. സോ അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഈവൻ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മെഡീവൽ ഇന്ത്യ എന്നൊരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുകയാണ് എങ്കിൽ പോലും, അതായത് സമയം അനുവദിക്കുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ളൊരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുകയാണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ചേഞ്ചോ അതുകൊണ്ട് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാമെന്ന രീതിയിലല്ല. എന്നാൽ മറ്റുള്ള വസ്തുതകൾ വളരെ വ്യക്തമായി പഠിച്ച് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു ടോപ്പിക്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്താലും വലിയ ഒരു ഡാമേജ് നിങ്ങളുടെ മാർക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വസ്തുതയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, മറിച്ച് നിങ്ങളിവിടെ മെഡീവൽ ഇന്ത്യയിൽ തുടങ്ങി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951 എന്നതുവരെയുള്ള ടോപ്പിക്കുകൾ ഒരേ സ്ട്രെച്ചിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും ആദ്യ ഈ ടോപ്പിക്കുകളിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയിട്ട് പോകും. ഒരു സീക്വൻസിൽ പഠിക്കാവുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങളെല്ലാം തന്നെ അതേ സീക്വൻസിൽ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഇവിടെയുള്ള മറ്റ് ഷോർട്ട് ടോപ്പിക്കുകൾ മാറ്റിവെക്കുക, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ഞാനൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള വലിയ ടോപ്പിക്കുകളിലും നിങ്ങൾക്ക് ഇതേ പ്രിൻസിപ്പിൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലാണ് നിങ്ങൾ ടോപ്പിക്കുകളെ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയോട് കൂടിയാണ് നിങ്ങൾ മുഴുവൻ പ്രിപ്പറേഷനും ചെയ്യുന്നത് എങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കാൻ സാധിക്കും. എനിവേ, നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. മറ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങൾ PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ
ടെലിഗ്രാം ആപ്ലിക്കേഷനുള്ള സെർച്ച് ഓപ്ഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്ത് ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ലെക്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിക്കലി നിങ്ങൾക്കുള്ള സംശയങ്ങൾ, പഠനത്തിൽ നിങ്ങൾ നേരിടുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കമന്റ് സെഷൻ വഴി അറിയിക്കാവുന്നതാണ്. സോ ഈ ഒരു ലെക്ചർ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.